നമസ്കാരം. പുതിയ വീഡിയോ നമ്മൾ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം നമുക്കറിയാം, SSLC പരീക്ഷയുടെ 2026 പരീക്ഷയുടെ റിസൾട്ട് നമുക്ക് മെയ് 15 വരും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മെയ് 15 ശേഷം +1 പ്രവേശനത്തിന് അപേക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ അപേക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് ഓൺലൈനായിട്ടാണ് അപേക്ഷ. ഒരു അപേക്ഷാ ഫോറം വാങ്ങി പൂരിപ്പിച്ച് കൊടുക്കുന്ന രീതി ഇപ്പം ഇല്ല. ഇപ്പം സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ അഥവാ ഏകജാലക സംവിധാനത്തിൽ അപേക്ഷ നമ്മൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പം അത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ ഒരു ഡേറ്റ് മെയ് 15 ശേഷം ഗവൺമെൻറ് പ്രഖ്യാപിക്കും. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്ന ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏകദേശം 5, 8, 10 ദിവസം അപേക്ഷ സമർപ്പിക്കാൻ നമുക്ക് ലഭിക്കും. ആ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നമ്മൾ അപേക്ഷ സമർപ്പിച്ചിരിക്കണം. ഒറ്റ അപേക്ഷ മാത്രമേ സമർപ്പിക്കേണ്ടതുള്ളൂ. നമുക്ക് ഏതൊക്കെ സ്കൂളുകളിലേക്ക് നമ്മൾ പ്രവേശനം ആഗ്രഹിക്കുന്നോ അത്രയും സ്കൂളുകൾ, എത്ര സ്കൂൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. 10, 50 സ്കൂളുകൾ നമുക്ക് ഓപ്ഷനായിട്ട് കൊടുക്കാം. നമ്മുടെ സമീപത്തുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ നമ്മൾ പ്രവേശനത്തിനായിട്ട് അപേക്ഷ കൊടുക്കാം. അത് ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കവിടെ പ്രവേശനം കിട്ടുമോ കിട്ടില്ലയോ എന്ന് പറയാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഇത് നമ്മൾ ഏകജാലക സംവിധാനത്തിലാണ്, ഒറ്റ ജാലകമേ ഉള്ളൂ. ആ രീതിയിലാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചില കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ SPCയിലെ അംഗമാണ് എന്ന് പറഞ്ഞാൽ, അല്ലെ SPC സർട്ടിഫിക്കറ്റ് ഹോൾഡറാണ്, അല്ലെങ്കിൽ രാജ്യപുരസ്കാരം നേടിയ സ്കൗട്ട് ആൻഡ് ഗൈഡ് ആണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്ന സംഗതിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അത് നിർബന്ധം. അപ്പോൾ അങ്ങനെ ഒരു ക്ലെയിം വന്നാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ ആ പ്രവേശനത്തിൽ നിന്ന് ഔട്ടായി പോകും. ഒന്നും കിട്ടില്ല നിങ്ങൾക്ക്. നിങ്ങൾ പ്രവേശനം കിട്ടിയ സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ ക്ലെയിം ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഒറിജിനൽ ഹാജരാക്കണം. അപ്പോൾ മുൻകാലത്ത് നേരത്തെ ഈ അപേക്ഷകൾ ഓൺലൈനായിട്ടല്ലാതെ ഏകജാലകത്തിലല്ലാതെ രണ്ട് രീതിയിലും സമർപ്പിക്കാവുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഫോറത്തിൽ എഴുതി കൊടുക്കുക. അങ്ങനെ ഫോറത്തിൽ എഴുതി കൊടുക്കുമ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ച് പഴയ കാലത്ത് ഫോറം പൂരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇതിനകത്ത് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഫോം പൂരിപ്പിക്കേണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ്, കോളം ഒക്കെ മാറ്റം ഉണ്ടാവും, പക്ഷേ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷനും സബ്മിറ്റ് ചെയ്യാനും വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫോം വേണമെന്നില്ല. ഈ പറയുന്ന കാര്യങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ തന്നെ നിങ്ങൾ വെള്ള പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. എന്തൊക്കെയാണ് നിങ്ങൾ അത് ക്രമത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് അക്ഷയയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈനായി ചെയ്യുന്ന കമ്പ്യൂട്ടർ സെൻ്ററുകളിൽ പോയിട്ടോ, ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ടോ ഇത് സമർപ്പിക്കാവുന്നതാണ്. ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം നമ്മൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ നേരിട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ID നമ്പറും ഒക്കെ കിട്ടും. നമ്മൾ ആ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി എടുത്ത് സൂക്ഷിച്ച് നമ്മളെ കയ്യിൽ വെച്ചാൽ മതി. ഈ പ്രിൻ്റ് ഔട്ട് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചാൽ മതി. എവിടെയും ഒന്നും കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കസ്റ്റഡിയിൽ വെച്ചാൽ മതി. അലോട്ട്മെൻറ്റ് കിട്ടുന്ന ദിവസം അതാത് കാലങ്ങളിലെ അപ്ഡേറ്റുകൾ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഈ ഫോറത്തിൽ ഞാൻ പ്രധാനമായിട്ട് നേരത്തെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി വെക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. EWS, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഈ പുതിയതായിട്ട് 2 കൊല്ലമായിട്ടുള്ള വന്നിട്ട് EWS എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ, അതായത് മുന്നോക്ക ജാതിയിൽപ്പെട്ട, പിന്നോക്ക ജാതി പറ്റില്ല, മുന്നോക്ക ജാതിയിൽപ്പെട്ട
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണമുണ്ട് ഗവൺമെൻറ് സ്കൂളുകളിൽ. എയ്ഡഡ് സ്കൂളിലില്ല. ഗവൺമെൻറ് സ്കൂളുകളിൽ EWSന് 10% സംവരണമുണ്ട്. അതിന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട് അർഹരാണെങ്കിൽ രക്ഷിതാക്കൾ നിർബന്ധമായി ഇപ്പോൾ തന്നെ പോയി ആ EWS സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ആ വില്ലേജിൽ അപേക്ഷ കൊടുത്ത് ആ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കണം. ആ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ EWS ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ EWS ക്ലെയിം ചെയ്താൽ, അഥവാ എങ്ങാനും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ നമ്മൾ ഈ ഏകജാലക സംവിധാനത്തിൽ നിന്ന് തന്നെ ഔട്ടായി പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. നമുക്ക് ഈ ഫോറത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓർമ്മിക്കുക, ഈ ഫോറം അല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ അപേക്ഷ ഈ ഫോറത്തിലല്ല കൊടുക്കേണ്ടത്. ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ആ ഓൺലൈനായിട്ടുള്ള അപേക്ഷ പൂരിപ്പിക്കാൻ സഹായിക്കുന്ന കുറേ കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. ഇത് കേട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വേണ്ട കാര്യങ്ങൾ നിങ്ങൾ വെള്ള പേപ്പറിൽ എഴുതി വെച്ചാൽ മതി, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട്. ഈ ഫോറത്തിൻ്റെ ആവശ്യം ഇല്ല. അപ്പം ഞാൻ ഫോറമായിട്ടാണ് ഇത് പറയുന്നത്. നോക്കാം നമുക്ക്. ഇത് പഴയ, നേരത്തെ ഓൺലൈൻ അല്ലാതെ പണ്ട് അപേക്ഷ കൊടുക്കുന്ന കാലത്തുണ്ടായിരുന്ന ഒരു ഫോർമാറ്റാണ്. നോക്ക്, കോഡ്. ഒന്നാമത്തത് കോഡ് ആൻഡ് നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷനാണ്. നമുക്ക് പല ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ്സായിട്ട് കുട്ടികൾ വരുന്നുണ്ട്. അതിൽ ഒന്ന് SSLC. SSLCക്ക് ഒരു കോഡുണ്ട് 01. SLC ആണെങ്കിൽ ആദ്യത്തെ കോളത്തിൽ 01 എന്നാണ്, പിന്നെ അടുത്ത കോളത്തിൽ SSLC എന്ന് എഴുതും. CBSE ആണെങ്കിൽ 04 ആണ്. അപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ CBSE എന്ന് എഴുതും. 05 ആണ് ICSE, 08 ആണ് ടെക്നിക്കൽ ഹൈസ്കൂളിലത്. അപ്പോൾ ഇത്തരത്തിലാണ് അതിൻ്റെ കോഡും പിന്നെ സ്കൂളിൻ്റെ നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ. അടുത്തത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഒരു 6 അക്ക നമ്പറാണ്. ആ രജിസ്റ്റർ നമ്പറാണ് രണ്ടാമത്തേൽ എഴുതുന്നത്. മൂന്നാമത്തതിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ്. മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇയർ ഓഫ് പാസിംഗ് വരുന്നത് ശരിക്കും നമ്മൾ 03 മാർച്ച് വെച്ചാൽ മതി. കാരണം നമ്മുടെ പരീക്ഷ മാർച്ചായിരുന്നു. അത് വെച്ചാൽ മതി. 3/03/2026. ഇനി നാലാമത്തത് നമ്മൾ കോഡ് ആൻഡ് നെയിം ഓഫ് സ്കൂൾ ഇൻ വിച്ച് ദ അപ്ലിക്കൻ സ്റ്റഡീഡ് ഫോർ SLC ഓർ ഇക്വലന്റ്. അപ്പം നമ്മൾ SLCക്ക് പഠിച്ചാൽ അതിന് സമാനമായ പഠിച്ച സ്ഥാപനത്തിൻ്റെ സ്കൂൾ കോഡും അതിൻ്റെ പേരും ഓർമ്മിക്കുക. സ്കൂൾ കോഡ് എന്ന് പറയുന്നത് ഒരു 5 അക്ക നമ്പറാണ്. അപ്പോൾ അതിൽ നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ കോഡും ആ സ്കൂളിൻ്റെ പേരും എഴുതുന്നുണ്ട്. ആദ്യത്തെ കോളത്തിൽ 5 അക്ക കോളം സ്കൂളിൻ്റെ പേര് എഴുതുക, പിന്നെ നമ്മൾ സ്കൂളിൻ്റെ കോഡ് എഴുതുക, സ്കൂളിൻ്റെ പേര് എഴുതുക. ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഈ സ്കൂൾ കോഡൊക്കെ കിട്ടാൻ വേണ്ടി സാധാരണഗതിയിൽ SSLC റിസൾട്ട് വന്നാൽ, ഈ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് സൈറ്റിൽ അതായത് പ്രോസ്പെക്ടസ് ലഭിക്കും. ആ പ്രോസ്പെക്ടസിൽ എല്ലാ വിശദാംശങ്ങളും ഉണ്ടാവും. +1 അഡ്മിഷൻ്റെ പ്രോസ്പെക്ടസ്. അത് നിങ്ങൾ വായിച്ച് മുഴുവനായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവൂ. തിരക്ക് കൂട്ടി ഒന്നും അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും. 2-3 ദിവസം കഴിഞ്ഞ് ഇതൊക്കെ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ വായിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്താൽ മതി. അപ്പം നോക്ക്, നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് നെയിം ഓഫ് സ്കൂളിൻ്റെയാണ്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ HS CAP എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. HS CAP, HSCAP. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾ കോഡ് ആൻഡ് കോഴ്സ് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. സ്കൂൾ കോഡ് ആൻഡ് കോഴ്സ് കോഡ്. അപ്പോൾ അതിൽ നമ്മളിത് കണ്ടുപിടിച്ച് നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ കോഡ് അതിനകത്ത് ഉണ്ടാവും. അത് സ്കൂൾ കോഡ് നമ്മൾ അടിച്ചു കൊടുത്താൽ അപ്പം നമ്മളോട് ചോദിക്കും, ജില്ല സെലക്ട് ചെയ്യാൻ പറയും. ഏത് ജില്ലയാണ് സെലക്ട് ചെയ്യുക? അപ്പം നമ്മുടെ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജില്ലയിൽ വരുന്ന എല്ലാ സ്കൂളുകളുടെയും ലിസ്റ്റ് വരും, കോഡടക്കം. അതിൽ നിന്ന് നമ്മൾ കോഡ് എടുക്കണം, നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ കോഡ്. ഇനി അങ്ങനെ അല്ല എങ്കിലും കുഴപ്പമില്ല, സ്കൂളിൽ ചോദിച്ചാൽ പറഞ്ഞു തരും നമ്മുടെ സ്കൂൾ കോഡ് ഏതാണ്. ഇനി 4B, വെദർ പാസ്ഡ് ഇൻ ബോർഡ് എക്സാമിനേഷൻ. ടിക്ക് ചെയ്താൽ മതി. ബോർഡ് എക്സാമിനേഷൻ പാസ്സായതുകൊണ്ടാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്. യെസ്. 5-മത്തെ നെയിം ഓഫ് ആപ്ലിക്കൻ്റ് ഇൻ ബ്രോക്കറ്ററ്റീസ്. അപ്പോൾ അപേക്ഷകൻ്റെ കുട്ടിയുടെ വലിയ അക്ഷരത്തിൽ പേരെഴുതുക. ഇനീഷ്യൽ ആഫ്റ്റർ നെയിം. പേരിന് ശേഷമാണ് ഇനീഷ്യൽ എഴുതുക. വലിയ അക്ഷരത്തിൽ പേരെഴുതി വെക്കുക, ഇനീഷ്യൽ എഴുതുക. ഇനി ആധാർ നമ്പർ എഴുതുക.
ആധാർ നമ്പർ നമ്മളെ കൈവശം ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ വേണമെന്നാണ് ഈ ഫോമിലൂടെ ഞാൻ പറയുന്നത്. ഒരു അപേക്ഷ പൂരിപ്പിക്കാൻ വേണ്ടി ഇത് മുഴുവൻ വേണമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഈ ഫോമിൽ തന്നെ പൂരിപ്പിക്കേണ്ട, നിങ്ങൾക്ക് വെള്ള പേപ്പറിൽ ഇത് ക്രമത്തിൽ കൃത്യമായി കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും അതിൽ വരും. ഇനി ആറാമത്തെ ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ ആണോ എന്ന്. ഏഴാമത്തെ കാറ്റഗറി നെയിം ആൻഡ് കോഡ്. കാറ്റഗറി നെയിം എന്ന് പറഞ്ഞാൽ നമ്മളെ ജാതിയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അപ്പോൾ അതിൽ മുന്നോക്ക ജാതി വിഭാഗങ്ങളെ എല്ലാവരെയും കൂടി നമ്മൾ പറയുന്ന പേരാണ് ജനറൽ. ആ ജനറൽ എന്ന് ആണ് അവിടെ എഴുതുക. ജനറൽ ആണെങ്കിൽ അതിൻ്റെ കോഡ് 01 പിന്നെ വേറെ ഉണ്ട് ETB എന്ന് പറയും, ഈഴവ തീയ ബില്ലവ. അത് ഈഴവയും തീയയും ബില്ലവയും ചേർന്നതിനാണ് ETB എന്ന് പറയുന്നത്. അങ്ങനെയാണ് ETB എന്ന് എഴുതിയാൽ മതി. അതിൻ്റെ കോഡ് 02 മുസ്ലിം ആണെങ്കിൽ 03. ഇതാണ് കാറ്റഗറി ആൻഡ് കോഡ്. ഇത് നമ്മുടെ പ്രോസ്പെക്ടസിൽ HS ക്യാപ്പിൽ കയറിയാൽ അപ്പൻഡിക്സ് 2 ഉണ്ട്. അതിൽ അനുബന്ധം 2. ആ അനുബന്ധം 2 ഈ കാറ്റഗറിയും കോഡും വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാധകം ഏതാണോ അത് നമ്മൾക്ക് എടുക്കാം. എട്ടാമത്തെ കാസ്റ്റ് ആൻഡ് റിലീജിയൻ ആണ്. കാസ്റ്റും അറിയണം നമ്മൾ, റിലീജിയനും അറിയണം. അത് നിങ്ങൾ എഴുതി വെക്കുക. ഒമ്പതാമത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അറിയാം, 03/05/1915 എഴുതാം. 15 അല്ല, 15 വരില്ല, 10. ഇനി പത്താമത്തത് നെയിം ഓഫ് മദർ, നെയിം ഓഫ് ഫാദർ, നെയിം ഓഫ് ഗാർഡിയൻ. 3 എഴുതുക. അപ്പോൾ അമ്മയുടെ പേര്, അച്ഛൻ്റെ പേര്, രക്ഷിതാവിൻ്റെ പേര്. അച്ഛൻ തന്നെയാണ് രക്ഷിതാവെങ്കിൽ രണ്ടും ഒരേ പേര് എഴുതാം. മുകളിലും താഴെയും അതേ പേര് തന്നെ എഴുതാം. അല്ല, അച്ഛൻ മരണപ്പെട്ടു പോയെങ്കിൽ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥലത്ത് ആ മരണപ്പെട്ടു പോയ അച്ഛൻ്റെ പേര് തന്നെ. പക്ഷേ ഗാർഡിയൻ്റെ സ്ഥലത്ത് ഇപ്പോൾ ഉള്ള രക്ഷിതാവ്, അതാരാണ്, അമ്മയാണെങ്കിൽ അമ്മ, അല്ലെങ്കിൽ മറ്റ് ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ അവരുടെ പേര് എഴുതുക. ഓക്കെ. ഇനി വേണ്ടത് വെദർ ദ അപ്ലിക്കൻസ് ബിലോങ്സ് ടു OEC. നിങ്ങൾ OECയിൽ കുട്ടി OEC വിഭാഗത്തിൽ പെടുന്നതാണോ എന്നാ ചോദ്യം. യെസ് ഓർ നോ. അത് പറയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പ്രോസ്പെക്ടസിൽ അപ്പൻഡിക്സ് 3, അതായത് അനുബന്ധം 3 എന്ന് പറയുന്ന ഭാഗത്ത് OECയുടെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നിങ്ങളുടെ ജാതി നോക്കിയിട്ട് വേണം OECയിൽ പെട്ടതാണോ എന്ന് തീരുമാനിക്കുക. OEC ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പം നമ്മളത് വളരെ ശ്രദ്ധിക്കണം എപ്പോഴും. OECയിൽ HS ക്യാപ്പിൽ കയറിയിട്ട് നമ്മൾ പ്രോസ്പെക്ടസ് എടുത്താൽ അതിൽ അനുബന്ധം 2 എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ അനുബന്ധം 3. ആ അനുബന്ധം 3 പറയുന്നത് OEC ലിസ്റ്റാണ്. അവിടെ നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. 12ാമത്തെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയിൽപ്പെട്ട ആളാണോ, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണ്? നമ്മൾ ഈ കേരളത്തിലുള്ള ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്ന് പറയുന്ന കാസർഗോഡ് ഭാഗത്ത് കന്നഡ സംസാരിക്കുന്നവരുണ്ട്, ഇടുക്കിയിൽ തമിഴ് സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെയാണ് നമ്മൾ ഭാഷാ ന്യൂനപക്ഷം എന്ന് പറയുന്നത്. അതാണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലാംഗ്വേജ് എന്താണെന്ന് ചോദിക്കും. തമിഴാണെ തമിഴ് എന്ന് എഴുതുക, കന്നഡയാണെ കന്നഡ എന്ന് എഴുതുക. ഇനി 13ാമത്തെ ചോദ്യം, നിങ്ങൾ ഭിന്നശേഷിക്കാരനായിട്ടുള്ള ആളാണോ? അസ്ഥി സംബന്ധം, കണ്ണ് കാണാത്തവർ, കേൾവിക്കുറവുള്ളവർ, അങ്ങനെയുള്ള ആരെങ്കിലും ആണോ? ആണെങ്കിൽ ഡയൽ ദ റെഫറൻസ് നമ്പർ ഇൻ ദ ബോക്സ്. അവിടെ ബോക്സിൽ റെഫറൻസ് നമ്പർ, ഈ പ്രോസ്പെക്ടസിൽ നമ്മൾ ഐറ്റം 13 ഇതിൻ്റെ റെഫറൻസ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 14ാമത്തെ കോളത്തിൽ പ്ലേസ് ഓഫ് റെസിഡൻസ്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനെ സംബന്ധിച്ച വിശദാംശങ്ങളാണ്. നിങ്ങൾ താമസിക്കുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു, ജില്ലയിലാണെന്ന് ചോദിച്ചു, താലൂക്കിലാണെന്ന് ചോദിച്ചു, ഗ്രാമപഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലാണോ, ഏതിലാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആദ്യം ഈ കോളത്തിൽ കോഡ് നമ്പറുകളാണ് എഴുതേണ്ടത്. വലതുഭാഗത്ത് അതിൻ്റെ പേരും. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ HS ക്യാപ്പ് എന്ന് പറയുന്ന സൈറ്റിൽ പ്രോസ്പെക്ടസ് ഉണ്ടാവും. ഈ പ്രോസ്പെക്ടസിൽ അനുബന്ധം 6 ഉണ്ട്, അപ്പൻഡിക്സ് 6. ആ അപ്പൻഡിക്സ് 6ൽ കൊടുത്തിരിക്കുന്നത് ഇതാണ്: സ്റ്റേറ്റ് കോഡ്, ഡിസ്ട്രിക്ട് കോഡ്, താലൂക്ക് കോഡ്, ഗ്രാമപഞ്ചായത്ത് കോഡ് കംപ്ലീറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തുള്ള മുഴുവനും അതേതാണോ ബാധകമായി അത് തിരഞ്ഞെടുത്ത് എഴുതുക. കോഡ്, സ്റ്റേറ്റിൻ്റെ കോഡ് എഴുതുക, വലതുഭാഗത്ത് കേരളം എന്ന് എഴുതുക. ജില്ലയുടെ കോഡ് എഴുതുക, കണ്ണൂരാണെങ്കിൽ അതിൻ്റെ കോഡ് എഴുതുക, വലതുഭാഗത്ത് കണ്ണൂർ എന്ന് എഴുതുക. ആ രീതിയിൽ അത് പൂരിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി പെർമനൻ്റ് അഡ്രസ്സ്, SLC ബുക്കിലുള്ള അഡ്രസ്സ് തന്നെയായിരിക്കും നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സ്. പിന്നെ നമുക്ക് നിലവിൽ അവിടെയല്ല താമസമെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ കിട്ടേണ്ടത് എവിടെയാണ്? 16ാമത്തെ കോളത്തിൽ നിലവിൽ ഇപ്പോൾ ഉള്ള അഡ്രസ്സ് ഏതാണോ അവിടെ നമുക്ക് എഴുതാം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്. രണ്ടും ഒരു സെയിം ആണെങ്കിൽ അത് തന്നെ കൊടുക്കാം.
ഇനി ഫോൺ നമ്പർ STD ഒന്നും ഇല്ല. ഇപ്പം നമുക്ക് മൊബൈൽ നമ്പർ എഴുതിയാൽ മതി. ഇമെയിൽ ID ഉണ്ടെങ്കിൽ അതും സൂചിപ്പിക്കുക. കൊടുക്കാനുള്ള കോളം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൊടുക്കാവുന്നത്. 17ാമത്തെ കോളത്തിൽ വെദർ എലിജിബിൾ ഫോർ ബോണസ് പോയിന്റ് കിട്ടാനുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഈ പ്രവേശനത്തിന് ബോണസ് പോയിന്റ് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ജവാൻ, മരണപ്പെട്ടു പോയ ജവാന്റെ ആശ്രിതനാണെങ്കിൽ അത് സൂചിപ്പിക്കാം. NCC സ്കൗട്ട് ആൻഡ് ഗൈഡ് അത്തരത്തിലുള്ള ഇതിനെ സൂചിപ്പിക്കാം. ചോദിച്ചതിനൊക്കെ നമുക്ക് ആ രീതിയിൽ മറുപടി കൊടുക്കാം. ഇതിൽ പരം ചോദ്യങ്ങൾ ചിലപ്പം അതിൽ ഉണ്ടാവും. ഇനി സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഉണ്ടെങ്കിൽ അത് എഴുതണം. സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ, ഡിസ്ട്രിക്ട് ആണെങ്കിൽ ഒക്കെ നമുക്ക് എഴുതാം. ഡിസ്ട്രിക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കും ഈ സ്പോർട്സ് കോട്ടയിലൊക്കെ നിയമനം കിട്ടാറുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് വ്യക്തമായിട്ട് എഴുതാം. ഇനി സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 മുതൽ 8 വരെ സ്ഥാനങ്ങളിലുള്ളവർക്ക് ഗ്രേസ് മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു പ്രിഫറൻസ് ഇവിടെ കിട്ടില്ല. പക്ഷെ നമുക്ക് സ്പോർട്സ് കോട്ടയിലേക്ക് പ്രത്യേകമായിട്ട് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അത് സ്പോർട്സ് കൗൺസിലിലാണ് അത് അപേക്ഷ കൊടുക്കേണ്ടത്. പിന്നീട് വിശദമായിട്ട് പറയാം. ഇനി സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ നമ്മൾ എഴുതിയിരിക്കണം. പിന്നെ ഏതെങ്കിലും അന്തർദേശീയ നാഷണൽ ലെവലിലോ ടാലൻറ്റ് സെർച്ചിലോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ലെവലിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ വെള്ള പേപ്പറിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്പർ ഓഫ് SLCക്ക് എത്രാമത്തെ ചാൻസ് ഉപയോഗിച്ചു എന്നാണ് ചോദ്യം. നമുക്ക് ഒരു ചാൻസിലേ പാസ്സായിട്ടുണ്ടാവും. അപ്പം നമ്മൾ 0-1 എന്ന് പറയുന്നു. നമുക്ക് ഒന്നിൽ കൂടുതൽ ചാൻസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ആ ചാൻസിലൊക്കെയുള്ള രജിസ്റ്റർ നമ്പറും ആ വർഷവും മാസവും വർഷവും കൂടി നമ്മൾ എഴുതണം. ഇനി ഗ്രേഡ്സ്, നമ്മൾ SLCക്ക് കിട്ടിയ ഗ്രേഡുകൾ ഒന്നും തന്നെ നമ്മൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നമ്മൾ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്നാൽ നമ്മൾ അപ്പുറത്ത് രജിസ്റ്റർ നമ്പർ അടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയ ഗ്രേഡുകളെല്ലാം അതിലേക്ക് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ സംവിധാനവും ഏകജാലക സംവിധാനവും SLCയുടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ തമ്മിൽ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രജിസ്റ്റർ നമ്പർ അടിക്കുമ്പോൾ തന്നെ അത് ലിങ്ക് ആയതുകൊണ്ട് നമുക്ക് കിട്ടിയ ഗ്രേഡുകൾ മുഴുവൻ ഇങ്ങോട്ട് വരും. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അല്ലാത്തവർക്ക് മാത്രം കണ്ടല്ലോ, ഈ SLCയിൽ പെടാത്ത ആൾക്കാർക്ക് മാത്രം ഗ്രേഡ് നമ്മൾ ഫോമിൽ പ്രത്യേകമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ICSEയിൽ CBSEയിലൊക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ അത്തരത്തിൽ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് അവസാനം ഈ സ്കൂൾ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നതാണ്. നമുക്ക് പ്രവേശനം കിട്ടാൻ വേണ്ടി ഓപ്ഷൻ കൊടുക്കുന്ന രീതിയാണ് നമ്മൾ പറയുന്നത്. നോക്കുക, 14ാമത്തെ കോളത്തിൽ സ്കൂൾ കോഡ് കാണിച്ചിരിക്കണം, കോമ്പിനേഷൻ കോഡ് കാണിച്ചിരിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സ്കൂളുകൾക്ക് കോഡുണ്ട്. ആ സ്കൂൾ കോഡ് നമ്മൾ അപേക്ഷ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സ്കൂളുകളുടെയും സ്കൂൾ കോഡ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സ്കൂളിൻ്റെ പേര് നമ്മളോട് ചോദിക്കുന്നില്ല ഇവിടെ. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ കണ്ണൂർ ജില്ലയിൽ ആദ്യത്തെ അതായത് ചാവശ്ശേരി എന്ന് പറയുന്ന സ്ഥലം കണ്ണൂർ ജില്ലയിൽ അവിടെ പഠിച്ച ഒരു കുട്ടിയാണ്. അതിൻ്റെ അടുത്ത് താമസിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി അപേക്ഷ കൊടുക്കുന്ന രീതിയാണ് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സയൻസ് ഗ്രൂപ്പ് പഠിക്കണമെന്നാണ് ആഗ്രഹം. അതായത് ബയോളജി ഉള്ള സയൻസ് ഗ്രൂപ്പ് പഠിക്കാനാണ് കുട്ടിക്ക് ഇഷ്ടം. പക്ഷേ ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ കുട്ടി പിന്നീട് അതിന് കമ്പ്യൂട്ടർ സയൻസുള്ള സയൻസ് പഠിക്കാനുള്ള തയ്യാറാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സ് പഠിക്കാനും കിട്ടിയില്ലെങ്കിൽ കുട്ടി തയ്യാറാണ്. എന്നാലും ഏറ്റവും ഇഷ്ടം ബയോളജിയുള്ള സയൻസ് ഗ്രൂപ്പ് പഠിക്കാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രിഫറൻസ് നമ്പർ ഒന്നാമത് നമ്മൾ എഴുതേണ്ടത് ഏറ്റവും ആഗ്രഹം ഏതാണ് അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇപ്പം ഞാൻ പറയുന്നു ചാവശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാവശ്ശേരിയിൽ തന്നെയാണ് ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം. ആ കുട്ടി 13,001 എന്നാണ് ആ സ്കൂളിൻ്റെ സ്കൂൾ കോഡ്, 13,001. ആ കോമ്പിനേഷൻ കോഡ് എന്ത് കിട്ടും? കോമ്പിനേഷൻ കോഡ് സയൻസിൻ്റെ കോമ്പിനേഷൻ കോഡ് 01 ആണ്. അപ്പോൾ ഈ സ്കൂൾ കോഡും കോമ്പിനേഷൻ കോഡും ഒക്കെ നമ്മളെ പ്രോസ്പെക്ടസിലുണ്ട്. അതൊക്കെ നോക്കി മനസ്സിലാക്കി ഇതുപോലെ ഒരു ലിസ്റ്റ് നിങ്ങൾ ക്രമത്തിൽ ഉണ്ടാക്കണം. നിങ്ങൾക്ക് 10, 15, 20, 50 സ്കൂളുകൾ കൊടുക്കാം. എത്ര സ്കൂൾ വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ നമ്മൾ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ദൂരെയാണ് കിട്ടിയെങ്കിൽ അവിടെ പോകേണ്ടി വരുമല്ലോ. അപ്പം നമ്മുടെ ചുറ്റുപാടും പോയി വരാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള സ്കൂളുകൾ മാത്രമേ നമ്മൾ ഒരു ആപ്ലിക്കേഷനിൽ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ എല്ലാ കോഡുകളും കൃത്യമായി നോക്കണം. അപ്പോൾ ആദ്യം അത് കൊടുത്തു. 13,001
കോമ്പിനേഷൻ കോഡ് 01 കൊടുത്തു. രണ്ടാമത് എനിക്ക് ആ സ്കൂളിൽ അടുത്തത് കൊമേഴ്സ് ഉണ്ട്, പിന്നെ ആ സ്കൂളിൽ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള സയൻസ് ഉണ്ട്. അത് രണ്ടും എനിക്ക് തൽക്കാലം രണ്ടാമത്തെ ഓപ്ഷനിൽ വേണ്ട. ഞാൻ എന്ത് ചെയ്തു, തൊട്ടടുത്ത സ്കൂളിൽ സയൻസ് തന്നെ കൊടുത്തു. അപ്പോൾ തൊട്ടടുത്ത സ്കൂളിൻ്റെ കോഡ് നമ്പർ 13002 എന്ന് ഞാൻ എഴുതി. സ്കൂൾ കോമ്പിനേഷൻ കോഡോ അവിടെയും 01 കൊടുത്തു. ഇനി മൂന്നാമത്തത് ഞാൻ തൊട്ടടുത്ത സ്കൂളിൽ വീണ്ടും സയൻസ് കൊടുക്കുകയാണ്. അപ്പോൾ 13003 എന്ന് പറയുന്ന സ്കൂളിൽ സയൻസ് കൊടുത്തു, അവിടെയും 01 എന്ന് ഞാൻ എഴുതി. നാലാമത്തെ സ്കൂളിൽ 13004, നാലാമത്തെ സ്കൂളിൽ ഞാൻ ഓപ്ഷൻ കൊടുക്കുകയാണ്, അവിടെ കോമ്പിനേഷൻ കോഡ് 01 തന്നെ എന്ന് കൊടുത്തു. അപ്പം 4 സ്കൂളുകളിൽ ഞാൻ സയൻസ് കൊടുത്തു. കോമ്പിനേഷൻ കോഡ് എന്നാ ഒന്നാമത്തേൽ 01, രണ്ടാമത്തേൽ 01, മൂന്നാമത്തേൽ 01, നാലാമത്തെ 01. സ്കൂളുകൾ ഓരോന്നും മാറ്റമുണ്ട്. ഇനി അഞ്ചാമത് എനിക്ക് ഈ സ്കൂളിൽ എവിടെയും കിട്ടിയില്ലെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ബയോളജി ഇല്ലാത്ത സയൻസ് പഠിക്കാൻ തയ്യാറാണ്. അത് ചാവശ്ശേരി ഉണ്ടെന്ന് വെച്ചോ. അപ്പം ഞാൻ അഞ്ചാമത്തേൽ വീണ്ടും 13001 എന്ന സ്കൂൾ കോഡ് ചാവശ്ശേരിയിലേക്ക് തന്നെ വന്നു. അവിടെ കോമ്പിനേഷൻ കോഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സയൻസ് എന്ന് പറയുന്നത് 05 ആണ്. അപ്പം ഞാൻ 05 എന്ന് കോഡ് കൊടുത്തു. ആറാമത് എനിക്കിതൊന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്ത് മതി, കൊമേഴ്സ് പഠിക്കാൻ ഞാൻ തയ്യാറാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സ്, അതിൻ്റെ കോഡ് 39. അപ്പം ഞാൻ GHS ചാവശ്ശേരി തന്നെ കൊടുത്തു, കോഡിന് 39 എന്ന് കൊടുത്തു. അപ്പം നിങ്ങളുടെ ഈ കോഡ് ഈ ഓപ്ഷൻ കൊടുക്കലാണ് 14ാമത്തെ കോളത്തിൽ ഈ സ്കൂൾ കോഡും കോമ്പിനേഷൻ കോഡും പൂരിപ്പിക്കലാണ് വളരെ നിർണായകം. യാതൊരു വിധത്തിലും തെറ്റാൻ പാടില്ല. വളരെ ആലോചിച്ച് മാത്രമേ ഓരോന്നും കൊടുക്കാൻ പാടുള്ളൂ. ഏറ്റവും ആഗ്രഹമുള്ളതാണ് ഒന്നിൽ കൊടുക്കുക. അങ്ങനെ താഴോട്ട് ആഗ്രഹങ്ങൾ കുറഞ്ഞു വരുന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് 10ാമത്തെ ഓപ്ഷൻ ആയിരിക്കും ആദ്യം കിട്ടിയിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് അത്ര ഇഷ്ടമില്ല, എന്നാലും അത് അവിടെ തൽക്കാലം പോയി ചേർന്ന് പിന്നെ അത് കയറി വരും. 1ാമത്തെ ഓപ്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ കിട്ടിയെന്നാണ്. ഇപ്പം ഈ രീതിയിലാണ് നമ്മൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി എന്ന് പറയുന്നത്. പിന്നെ ഏത് ക്ലെയിം ചെയ്താലും നമ്മൾ EWS പോലും, EWS അല്ല ഏത് സാധനം ക്ലെയിം ചെയ്താലും നമ്മൾ എന്തുണ്ടായിരിക്കണം, അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. നമുക്ക് പിന്നെ പറയാനുള്ള SLC ബുക്ക് കിട്ടാൻ വളരെ ലേറ്റ് ആവും. അപ്പം നമ്മൾ അഡ്മിഷൻ നേടുന്നത് ഈ പ്രിൻ്റ് ഔട്ട് വെച്ചിട്ടാണ്. ഏത് പ്രിൻ്റ് ഔട്ട്? റിസൾട്ട് അറിയുന്ന ദിവസം ഒരു പ്രിൻ്റ് ഔട്ട് നമുക്ക് കിട്ടും. നമ്മൾ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി നമ്മളുടെ രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞു കൊടുത്താൽ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ പ്രിൻ്റ് ഔട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കൂളിൽ ചേരുന്നത്. ഒറിജിനൽ SLC ബുക്ക് കിട്ടാൻ പിന്നെയും 1 മാസം 1.5 മാസമൊക്കെ പിടിക്കും. അപ്പോൾ ചേരുന്ന സമയത്ത് പക്ഷെ നമുക്ക് സ്കൂളിൽ നിന്ന് TC കിട്ടും. TC നമ്മൾ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ TCക്ക് ഒരു നമ്പർ ഉണ്ടാവും. അതും ചിലപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടും. മറ്റൊന്ന് ക്ലബ്ബ് സർട്ടിഫിക്കറ്റും കിട്ടും. ഇത്രയും കാര്യങ്ങൾ, ക്ലബ്ബ് സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ നേരത്തെ വാങ്ങി വെച്ചിട്ട് വേണം അപേക്ഷ കൊടുക്കാൻ. അപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നത് ക്ലബ്ബ് സർട്ടിഫിക്കറ്റ്, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, TC, ഈ 3ഉം നേരത്തെ കിട്ടും. SLC ബുക്ക് വന്നതിന് ശേഷം മാത്രമേ കിട്ടുള്ളൂ. അത് തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല, പ്രിൻ്റ് ഔട്ട് മതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് തരാമെന്ന് പറഞ്ഞ് നമ്മൾ തന്നു, പിന്നെ 2 പൂരിപ്പിച്ചു, മാത്സും കൊടുത്തു, പിന്നെ സോഷ്യൽ SS ക്ലബ്ബും കൊടുത്തു. പക്ഷേ സ്കൂളിൽ നിന്ന് കിട്ടിയപ്പോൾ മാത്സും SS ക്ലബ്ബും അല്ല നമുക്ക് കിട്ടിയത്. നമുക്ക് സയൻസ് ക്ലബ്ബും വേറൊരു ക്ലബ്ബുമാണ് കിട്ടിയെങ്കിൽ സംഗതി കുഴപ്പമില്ലേ? അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് അടക്കം വാങ്ങിയതിന് ശേഷം മാത്രമേ ഈ ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് ഈ ഫോറത്തിൽ ചോദിക്കുന്നുണ്ട്, അതിൽ ടിക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇങ്ങനെ നമ്മൾ എല്ലാം പൂരിപ്പിച്ച് റെഡിയായി ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഒരു ആപ്ലിക്കേഷൻ ID നമുക്ക് കിട്ടും. അത് നമ്മൾ കുറിച്ച് വെക്കണം, നോട്ട് ചെയ്ത് വെക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും അലോട്ട്മെൻറ്റ് വന്നോ എന്നൊക്കെ പരിശോധിക്കുക. അക്കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഒരിക്കൽ കൂടി ഈ പ്രോസ്പെക്ടസ് വന്നതിന് ശേഷം റിസൾട്ട് വന്നാൽ ഉടൻ കൃത്യമായിട്ട് പറയും. അന്നേരം നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്, ആപ്ലിക്കേഷൻ ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കണം.
ആ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് എന്ത് വേണം? പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് മുഴുവൻ വായിച്ചു നോക്കണം. കമ്പ്യൂട്ടർ ഈ പിന്നെ കമ്പ്യൂട്ടർ സെന്ററിലുള്ള ചേട്ടന് അല്ലെങ്കിൽ അക്ഷയയിലുള്ള ചേട്ടനോ ചേച്ചിക്കോ അവർക്ക് ഇതിന്റെ ഗൗരവമൊന്നും ഉണ്ടാവണമെന്നില്ല. അവരെന്തെങ്കിലും ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിയാൽ പോലും അനുഭവിക്കേണ്ടത് നിങ്ങളാണ്. അപ്പൊ ഈ പ്രിന്റ് ഔട്ട് എടുത്ത് അതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന കാര്യം വളരെ സൂക്ഷ്മമായി നിങ്ങൾ പരിശോധിക്കണം. സാധാരണഗതിയിൽ ഏതെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ പുതുക്കാനുള്ള ഓപ്ഷൻ മാറ്റാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ ഈ പിന്നെ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അത് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് മാത്രം അതിന് ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓർമ്മിക്കുക, പ്രത്യേകിച്ച് ഓപ്ഷനൊക്കെ കൊടുക്കുന്നത് അത് വളരെ ശ്രദ്ധിക്കണം. എവിടെ തെറ്റ് സംഭവിച്ചാലും അത് നിങ്ങളെ മാത്രമേ ബാധിക്കുള്ളൂ, അവരെ ഒന്നും ബാധിക്കില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രിൻ്റ് ഔട്ടിൽ നിങ്ങൾ സൂക്ഷ്മമായി വായിച്ച് നോക്കി മനസ്സിലാക്കണം. ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി അപേക്ഷ +1 ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി രക്ഷിതാക്കളും കുട്ടികളും മാനസികമായിട്ടും അതിൻ്റെ അല്ലാതെയുമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റുകളൊക്കെ ഏതെങ്കിലുമൊക്കെ വാങ്ങി വെക്കേണ്ട ആൾക്കാരാണെങ്കിൽ നേരത്തെ തന്നെ അതൊക്കെ വാങ്ങി വെക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടവരുണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുക. EWS, അതായത് മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് EWS സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നാണ് EWSൻ്റെ പൂർണ്ണരൂപം. അതൊക്കെ നേരത്തെ തന്നെ വില്ലേജ് ഓഫീസിൽ നിങ്ങൾ സംഘടിപ്പിച്ചു വെക്കുക. സമയമാകുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ കൃത്യമായിട്ട് നിങ്ങളുടെ പുറകെ തന്നെ നമ്മളുണ്ടാവും. ഓരോ കാര്യങ്ങളും അപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം കൂടി ഞാൻ ഈ അടുത്ത വീഡിയോ മുതൽ തരുന്നതാണ്. സംശയം നിങ്ങൾക്ക് ഞാൻ ഫോൺ നമ്പർ തരാം. നേരിട്ട് സംശയങ്ങൾ ചോദിച്ചാൽ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് ആ രീതിയിൽ മാത്രം നിങ്ങൾ മുമ്പോട്ട് പോയാൽ മതി. ഓക്കെ. കൃത്യമായി വിവരങ്ങൾ കിട്ടാൻ വേണ്ടി ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോ തവണയും ഓരോ ഘട്ടങ്ങളിലും ഇപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് പറയും, റിസൾട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യണം, പ്രോസ്പെക്ടസ് ഏത് ചെയ്യണം, ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യണം, ആദ്യത്തെ അലോട്ട്മെൻറ്റ് അപ്പോൾ ഇത് മുഴുവൻ വിവരങ്ങൾ കൃത്യമായിട്ട് അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഓക്കെ, കൂടുതൽ നീട്ടുന്നില്ല. എന്നെ കേട്ട എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നന്ദി, നമസ്കാരം.